രാഷ്ട്രീയ ഭൂപടത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. എന്നാൽ സിനിമയും രാഷ്ട്രീയവും ഇത്രമേൽ ഇഴചേർന്ന മറ്റൊരു സംസ്ഥാനം തമിഴ്നാടിനെ പോലെ വേറെ ഉണ്ടാകില്ല. MGRനും കരുണാനിധിക്കും ജയലളിതയ്ക്കും ശേഷം തമിഴ് മണ്ണിൽ ഒരു പുതിയ യുഗപ്പിറവിക്ക് സാക്ഷ്യം കുറിച്ചുകൊണ്ടാണ് ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനവും അതിന് പിന്നാലെ ഭരണവും ഉറപ്പിച്ചത്. അധികാരത്തിന്റെ ചെങ്കോൽ കയ്യിലേന്തിയ ഉടൻ തന്നെ വിജയ് എടുത്ത ചില സുപ്രധാന തീരുമാനങ്ങൾ കേവലം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് അയൽ സംസ്ഥാനമായ കേരളത്തിലേക്കും ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിലേക്കും വലിയൊരു സന്ദേശം തന്നെ നൽകുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ ഖജനാവിലേക്ക് ഒഴുകുന്ന കോടികളുടെ വരുമാനം വേണ്ടെന്ന് വെച്ചുകൊണ്ട് മദ്യശാലകൾ ഭാഗികമായി പൂട്ടാനുള്ള വിജയുടെ തീരുമാനം ഒരു ഭരണാധികാരിയുടെ ധീരതയാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് നമ്മെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ സമാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കും ഭരണാധികാരികൾ നേരിട്ട വെല്ലുവിളികളിലേക്കുമാണ്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ അഥവാ ടാസ്മാർക്ക് വഴി ലഭിക്കുന്ന വരുമാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ വലിയൊരു ഭാഗം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നോക്കുകയാണെങ്കിൽ 48,000 കോടി രൂപയാണ് മദ്യവിൽപ്പനയിലൂടെ സർക്കാർ സമാഹരിച്ചത്. ഇത്രയും വലിയൊരു തുക വേണ്ടെന്ന് വെക്കാൻ ഒരു ഭരണാധികാരിയും പെട്ടെന്ന് തയ്യാറാകില്ല. എന്നാൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വിജയ് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാനാണ് ശ്രമിച്ചത്. സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന 717 മദ്യശാലകൾ അടച്ചുപൂട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണെന്നും ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സാമൂഹിക നന്മയ്ക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഈ നടപടി രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. വിജയ് ഇന്ന് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ വിപ്ലവം കേരളത്തിന് ഒട്ടും അപരിചിതമല്ല. കേരളത്തിന്റെ മദ്യനയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും നയവ്യതിയാനങ്ങളുടെയും കഥയാണ്. 1996 AK ആന്റണി സർക്കാർ കേരളത്തിൽ ചാരായം നിരോധിച്ചതാണ് ഇതിൽ ഏറ്റവും വലിയ നാഴികക്കല്ല്. അന്ന് അത് വലിയൊരു വിപ്ലവമായിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങളെ തകർക്കുന്ന ചാരായം നിരോധിക്കാനുള്ള ആന്റണിയുടെ തീരുമാനം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് അന്ന് പലരും പ്രവചിച്ചെങ്കിലും ജനക്ഷേമം മുൻനിർത്തി അദ്ദേഹം മുന്നോട്ടു പോയി. ചാരായ നിരോധനം കേരളത്തിലെ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ആന്റണിക്കും UDFനും നേടിക്കൊടുക്കുകയായിരുന്നു. പിന്നീട് 2011, 16 എന്നീ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളം മറ്റൊരു വലിയ മദ്യവർജന നയത്തിലേക്ക് നീങ്ങിയത്. പൂർണ്ണമായ മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മദ്യവർജനം എന്ന ലക്ഷ്യത്തോടെ ബാറുകൾ പൂട്ടാൻ തീരുമാനിച്ചു. 2014 418 ബാറുകൾ പൂട്ടിക്കൊണ്ട് അദ്ദേഹം ലോകത്തെ തന്നെ ഞെട്ടിച്ചു. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം മദ്യം പരിമിതപ്പെടുത്തുകയും ഞായറാഴ്ചകൾ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ ഡ്രൈ ഡേ ആക്കി മാറ്റുകയും ചെയ്തു. വരും തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ 5 വർഷം കൊണ്ട് കേരളത്തെ മദ്യവിമുക്തമാക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം. ഓരോ വർഷവും 10% ബെപ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടാനുള്ള തീരുമാനവും ഇതിന്റെ ഭാഗമായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാഷ്ട്രീയ വെല്ലുവിളികളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് അദ്ദേഹം എടുത്ത ആ തീരുമാനം ഇന്നും കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാണ്. 2016 LDF സർക്കാർ അധികാരമേറ്റതോടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മദ്യനിരോധനം മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നും ടൂറിസം മേഖലയെ തകർക്കുമെന്നുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ വാദം. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നതിന് പകരം മദ്യപാനികളെ ബോധവൽക്കരിച്ച് പിന്തിരിപ്പിക്കാം എന്ന നയമാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി പൂട്ടിക്കിടന്ന ബാറുകൾ തുറക്കുകയും പുതിയ ലൈസൻസുകൾ ഉദാരമായി നൽകുകയും ചെയ്തു. IT പാർക്കുകളിലും ക്ലബ്ബുകളിലും മദ്യം വിളമ്പാൻ അനുമതി നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നീങ്ങിയപ്പോൾ കേരളത്തിലെ മദ്യവിൽപ്പന ഓരോ വർഷവും പുതിയ ഉയരങ്ങൾ കീഴടക്കി. എന്നാൽ ഇതിന് സമാന്തരമായി കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സുകളുടെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം ഉണ്ടായെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. മദ്യലഭ്യത കൂട്ടിയതുകൊണ്ട് മയക്കുമരുന്ന് കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, രണ്ടും ഒരുപോലെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ വിജയ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഭരണപരിചയമില്ലാത്ത ഒരു നടൻ എന്ന പരിഹാസങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ സമുന്നതരായ നേതാക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യം വിജയ് പ്രാവർത്തികമാക്കുന്നു.
കേരളത്തിൽ ഭരണം മാറിയ സാഹചര്യത്തിൽ പുതിയ UDF സർക്കാരിന് മുന്നിൽ വിജയ് വലിയൊരു കണ്ണാടിയാവുകയാണ്. ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്ത മദ്യഹരിത കേരളം എന്ന ആശയം തിരികെ കൊണ്ടുവരാൻ പുതിയ ഭരണകൂടത്തിന് സാധിക്കുമോ? അധികാരം പങ്കിടുന്നതിനെക്കുറിച്ചും സീറ്റുകളെക്കുറിച്ചുമുള്ള തർക്കങ്ങൾക്കിടയിൽ ഇത്തരം ജനക്ഷേമകരമായ തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. തമിഴ്നാട്ടിൽ മദ്യം നിയന്ത്രിക്കപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള മദ്യപാനികൾ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇത് കേരളത്തിന്റെ ക്രമസമാധാന നിലയെ പോലും ബാധിച്ചേക്കാം. മദ്യം ഒരു സാമൂഹിക വിപത്താണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് കുടുംബങ്ങളെ തകർക്കുകയും കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് ടൂറിസവും വരുമാനവും ഉയർത്തിക്കാട്ടി മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് തകരുന്നത് ഒരു തലമുറയുടെ ആരോഗ്യവും ഭാവിയുമാണ്. തമിഴ്നാട്ടിൽ വിജയ് കൊളുത്തിയ ഈ തിരുനാളം ദക്ഷിണേന്ത്യയിലെ മദ്യനയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനങ്ങളുടെ ക്ഷേമത്തിനായി സാമ്പത്തിക ലാഭം വേണ്ടെന്ന് വെക്കുന്ന ഭരണാധികാരികളാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയും ഭരണകൂടവും വിജയ് നടപ്പിലാക്കിയ ഈ ആർജവമുള്ള നിലപാടിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച ആ വിപ്ലവം പൂർത്തിയാക്കാനും ലഹരിമുക്തമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനും ഭരണാധികാരികൾക്ക് സാധിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. തമിഴ്നാട്ടിലെ ഈ മാറ്റം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്.